ഇന്നത്തെ എപ്പിസോഡിൽ അനന്തപുരിയിലെ പണികളൊക്കെ അനാമിക എടുക്കേണ്ടി വരുന്നുണ്ട്. ദേവയാനി പല വിദ്യകളും ഉപയോഗിച്ച് നയനയെ ജോലിയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നയനയ്ക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ നയനയെ കണ്ടിട്ട് ജാനകിയും ജലജയും മടിച്ച ഒരു ഭാഗത്തിരിക്കുകയാണ്. അവസാനം എല്ലാവരുടെയും മുന്നിൽ ആളാകാൻ വേണ്ടിയിട്ട് ആ വീട്ടിലെ ജോലിയൊക്കെ എടുക്കേണ്ടി വരുന്നുണ്ട് അനാമികയ്ക്ക്. എന്തായാലും ആ ഒരു കിടിലൻ എപ്പിസോഡാണ് കേട്ടോ ഇന്നത്തേത്. എന്തായാലും നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ദേവയാനി മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് നയന തറ തുടച്ചോണ്ട് നിൽക്കാണ് കേട്ടോ. എന്ന് ഇത് കാണുന്ന ദേവയാനിക്ക് വലിയ വിഷമാവുന്നുണ്ട്. അയ്യോ, നയനമോളല്ലേ തറ തുടയ്ക്കുന്നത്? അയ്യോ, അതിന്റെ മുറിവ് പോലും ശരിക്കും ഉണങ്ങി കാണില്ല. എന്റെ മുറിവ് പോലും ഉണങ്ങിയിട്ടില്ല, പിന്നെയാണോ നയനമോളുടേത്? അയ്യോ, എന്താ ഇപ്പൊ ഒരു വഴി? മോൾ ആ ജോലിന്ന് പിന്തിരിപ്പിക്കാൻ ഞാൻ സ്നേഹത്തോടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾ അത് കേൾക്കും. എന്നാലും ഇപ്പൊ സ്നേഹം പുറത്ത് കാണിക്കണ്ട, അതാ നല്ലത്. എന്താ ഇപ്പൊ ഇതിനൊരു വഴി? ഇതും പറഞ്ഞ് ദേവ്യാനെ നോക്കുന്നത് അനാമികയുടെ അടുത്തേക്കാണ്. അനാമിക സോഫയിൽ ഒരു മൂലയിൽ ഇരുന്ന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓ, അനാമിക മോള് വെറുതെ ഇരിക്കാന്നാ തോന്നുന്നത്. തൽക്കാലം അനാമിക തറ തുടയ്ക്കട്ടെ. ഇതും പറഞ്ഞ് ദേവ്യാനി നയനയുടെ അടുത്തേക്ക് ചെല്ലാണ്. ദേവ്യാനി വരുന്ന കണ്ടിട്ട് നയന തറ തുടയ്ക്കുന്നത് നിർത്തുന്നുണ്ട്. അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട്, എന്താ ഇത്? എന്താ അമ്മേ, ഇതെന്താന്നാ ചോദിച്ചത്? ഞാൻ തറ തുടയ്ക്കുക. ഈ തറയിലൊക്കെ നല്ല പൊടിയുള്ളതുപോലെ തോന്നി. പൊടിയുണ്ടെങ്കിൽ അത് നീ എന്തിനാ തുടയ്ക്കുന്നത്? മീനാക്ഷിയേച്ചൊന്നും ഇവിടെ ഇല്ലല്ലോ. പിന്നെ അപ്പച്ചിയോ ചെറിയമ്മയോ ഇതൊന്നും ചെയ്യുന്നത് കാണുന്നുമില്ല. അവരൊക്കെ അവരുടെ ഇഷ്ടത്തിന് സമയത്തിനനുസരിച്ച് ഇത് ചെയ്തോളും. നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? നിനക്കിപ്പോ വയ്യാതിരിക്കുവല്ലേ, അത് മാറാതെയാണോ ഇതൊക്കെ ചെയ്യാൻ ഇറങ്ങുന്നത്? നിന്റെ വീട്ടിൽ നിനക്ക് അസുഖമായതിനു ശേഷം കനകി ഇതുപോലത്തെ പണിയൊക്കെ എടുപ്പിച്ചിട്ടുണ്ടോ? എന്താ നീ ഒന്നും പറയാത്തത്? ഉണ്ടോ? ഇല്ല. എന്നാ പിന്നെ അസുഖം മാറുന്നത് വരെ ഇതും എടുക്കണ്ട. എന്നാ ഈ രീതിയിലുള്ള സംസാരം കേട്ടിട്ട് നയനയ്ക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ടോ. നയനിങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഇതെന്താ സ്വപ്നോ? അമ്മ തന്നെയാണ് ഇത് പറയുന്നത്. അമ്മയ്ക്ക് ഇത് എന്തു പറ്റി? അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട്, നീ ഇപ്പൊ മനസ്സിൽ കരുതുന്നത് എന്താന്ന് എനിക്കറിയാം. എനിക്കെന്താ ഇത്ര പെട്ടെന്നൊരു മാറ്റം? നിന്നോട് ഇത്ര സ്നേഹം എന്നല്ലേ? എന്നാ കേട്ടോ, എനിക്ക് നിന്നോട് പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല. നിന്നെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോ നിന്നെ നന്നായിട്ട് ശ്രദ്ധിക്കണം, നിനക്കിപ്പോ വയ്യാതിരിക്കാന്നൊക്കെ നിന്റെ അമ്മ പറഞ്ഞിരുന്നല്ലോ. അത് ഞാൻ സമ്മതിച്ചു. അതുകൊണ്ട് ആ വാക്ക് എനിക്ക് പാലിച്ചേ പറ്റൂ. ദേ, ഇനി ഇതുപോലുള്ള ഭാരപ്പെട്ട പണികളൊന്നും നീ എടുക്കാൻ നിൽക്കണ്ട, കേട്ടല്ലോ. അപ്പൊ പിന്നെ ഇത് അതവിടെ വെക്ക്. തൽക്കാലം ഇവിടെ ആരെങ്കിലും ചെയ്തോളൂ, നീ പൊയ്ക്കോ. എന്നാ ഇതൊക്കെ അനാമിക നന്നായിട്ട് കേൾക്കൊന്നും കാണുന്നുണ്ട് കേട്ടോ. ശേ, ഈ വല്യമ്മയ്ക്ക് ഇത് എന്താ പറ്റിയത്? അവളെ തറ തുടച്ചെന്ന് കരുതിയിട്ട് എന്തുണ്ടാവാനാ? ഒരസുഖക്കാരി വന്നേക്കുന്നു, വെറുതെ ആവശ്യമില്ലാതെ ഓരോന്ന് പറയുക. ആ സമയത്ത് ദേവ്യാനി അനാമികയെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അനാമികയെ മോള് നിങ്ങൾ വന്നേ. എന്നെയാണല്ലോ വിളിച്ചത്? എന്തായാലും അനാമിക ദേവ്യാനിയുടെ അടുത്തോട്ട് പോകുന്നുണ്ട്. എന്താ വല്യമ്മേ, മോളിപ്പോ ഫ്രീ ആണോ? ആ, ഞാൻ ഫ്രീ ആണല്ലോ. എന്നാ പിന്നെ നയനെ, അനാമിക ഇന്ന് തറ തുടച്ചോളും. നീ എന്ന റെസ്റ്റ് എടുത്തോ. എന്ത്, ഞാൻ തറ തുടയ്ക്കാനോ? ആ, മോള് തറ തുടക്കില്ലേ? അയ്യോ വല്യമ്മേ, എനിക്കിതൊന്നും വലിയ പരിചയമില്ല. കുഴപ്പമില്ല, അങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിക്കാം. ഞാൻ പറഞ്ഞുതരാം. വല്യമ്മേ, മോളൊന്നും പറയണ്ട. ഇവിടെ വേറെ ആരുമില്ലല്ലോ ഈ ജോലിയൊന്നും ചെയ്യാൻ. മീനാക്ഷി വരുന്നത് വരെയല്ലേ. ഞാൻ ഇന്ന് തന്നെ വിളിച്ചു പറയാം മീനാക്ഷിയോട് വരാൻ. പിന്നെ നാളെ മുതൽ നിങ്ങൾക്കാർക്കും ഈ ജോലി എടുക്കേണ്ടി വരില്ല. ദേ നയനെ, നീ ഇതുപോലുള്ള ജോലികൾ എടുത്ത് എനിക്ക് തലവേദന ഉണ്ടാക്കി വെക്കരുത്. പോയ എന്റെ മുന്നിന്ന് എന്ന് ഇങ്ങനെ പറയുന്നതിലൊക്കെ ദേവ്യാനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. നയന എന്തായാലും ആ പറയുന്ന വാക്ക് കേട്ടിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. എന്നാൽ മടിച്ചയെ പോലെ പണിയെടുക്കുന്ന അനാമികയെ കണ്ട ദേവ്യാനിക്ക് ചിരി അടക്കി പിടിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ദേവ്യാനി അവിടുന്ന് കയറി പോകുന്നുണ്ട് കേട്ടോ. അനാമിക തുടയ്ക്കുന്ന ആ രംഗം കണ്ടുകൊണ്ടാണ് അവിടേക്ക് അനി കയറി വരുന്നത്. ഇത് കണ്ടോണ്ട് കയറി വരുന്ന അനി ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്നെന്താ മഴ പെയ്യോ? അപ്പൊ അനി ചോദിക്കുന്നുണ്ട്, അതെന്താടാ നീ അങ്ങനെ പറഞ്ഞ്? ഈ കാഴ്ച കണ്ടവരൊക്കെ ഇങ്ങനെ പറയാതിരുന്നെങ്കിൽ അത്ഭുതമുള്ളൂ. ഒരു ജോലിയും എടുക്കാത്ത നീ ഇത് ചെയ്യുന്നത് കണ്ട ഏത് മനുഷ്യനായാലും പറഞ്ഞു പോവും. ദേ അനി, നീയൊന്ന് പരിഹസിക്കാതെ പോകുന്നുണ്ടോ? എന്റെ ക്ഷമയുടെ നെല്ലിപ്പലക ചവിട്ടി നിൽക്കുക ഞാൻ. ഓ പിന്നെ, നിന്നോട് സംസാരിക്കാൻ അല്ലെങ്കിൽ എനിക്ക് നേരമില്ല. ഞാൻ പോവുക തന്നെയാ. നിന്നോടൊക്കെ സംസാരിച്ച് വെറുതെ സമയം വേസ്റ്റ് ചെയ്യാൻ എനിക്ക് വയ്യ. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞ്? എന്നോട് സംസാരിക്കാൻ മാത്രം നിനക്ക് ബുദ്ധിമുട്ട്. ബാക്കിയുള്ളവരോടൊക്കെ നിനക്ക് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാലോ, പ്രത്യേകിച്ച് ആ മൊട്ടച്ചിയോട്. അതെടി, നിന്റെ കൂടെ നിന്ന് സംസാരിക്കുന്നതേ നരകത്തിന് തുല്യ. എന്നാൽ നന്ദുവിന്റെ കൂടെ നിന്ന് സംസാരിക്കുന്നതേ സ്വർഗം പോലെയാ. അതെന്തായാലും നീ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയല്ലോ, അത് നന്നായി. എന്നെ ഇത് കണ്ടുകൊണ്ടാണ് ജാനകി അങ്ങോട്ട് വരുന്നത്. അയ്യോ, ഞാൻ എന്തീ കാണുന്നത്? മോളെ കൊണ്ട് ആര് ഈ ജോലിക്ക് ചെയ്യിപ്പിച്ചത്? ഇവനാണോ? ഓ പിന്നെ, എനിക്ക് ഇവളെ കൊണ്ട് പണിയെടുപ്പിക്കാനിട്ടല്ലേ. എടാ, നീയാണോ മോളോട് തറ തുടയ്ക്കാൻ പറഞ്ഞത്? ഞാൻ ആരോടൊന്നും പറഞ്ഞില്ല അമ്മേ, എന്നോട് വല്യമ്മയാ പറഞ്ഞത്. ഏട്ടത്തിയോ? ഏട്ടത്തി എന്തിനാ മോളോട് തറ തുടയ്ക്കാൻ പറഞ്ഞേ? ഹാ, വല്യമ്മയുടെ സ്വഭാവത്തിൽ ഇപ്പൊ കുറെ മാറ്റം വന്നിട്ടുണ്ട്. ആ നയനയില്ലേ, അവള് തറ തുടച്ചോണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവളോട് ഒരു പ്രത്യേക സ്നേഹം വല്യമ്മയ്ക്ക്. അവക്ക് വയ്യാതാവുമെന്നും പറഞ്ഞ് അവള് ചെയ്തോണ്ടിരുന്ന പണി എന്നെ പിടിച്ച് ഏൽപ്പിക്കുകയായിരുന്നു. ഓഹോ, അപ്പൊ ഏട്ടത്തി അങ്ങനെ ചെയ്തു അല്ലേ? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണല്ലോ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവള് പൊടിക്കൈ കൊടുത്ത് ഇനിയും ഏട്ടത്തിയെ വലിച്ചെടുക്കും. ഏട്ടത്തി നമ്മുടെ കൂടെയായിരുന്നു. എന്നാൽ ഏട്ടത്തിയുടെ സ്വഭാവം ഏകദേശം അവള് മാറ്റിയെടുക്കുന്നുണ്ട്. ആ പനി പറയുന്നുണ്ട്, നിങ്ങൾ അമ്മായിയമ്മയും മരുമകൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നന്മയുള്ള ഭാഗത്ത് സത്യം ഉണ്ടാവും.
കാലക്രമേണ മനുഷ്യനാണെങ്കിൽ നന്മ തിരിച്ചറിയും. നന്മയുടെ ഭാഗത്ത് മാത്രമേ സത്യമുള്ളൂ. അല്ലാണ്ട് ഇവളെപ്പോലുള്ളവരൊക്കെ വിശ്വസിച്ച് അമ്മ വെറുതെ ഇവൾമാർക്ക് വേണ്ടി സംസാരിക്കാൻ നിൽക്കല്ലേ. എടാ, ഇത് നിന്റെ ഭാര്യ, എന്റെ മരുമകൾ മാത്രമല്ല. അപ്പൊ പിന്നെ നീ ഇവളെയാ സപ്പോർട്ട് ചെയ്യേണ്ടത്, കണ്ട പെമ്പിള്ളേരല്ല. ഞാൻ അതിന് ഇവളെയും സപ്പോർട്ട് ചെയ്തിട്ടില്ല, മറ്റാരെയും സപ്പോർട്ട് ചെയ്തിട്ടില്ല. സത്യം എവിടെയാണോ അതിന്റെ ഭാഗത്ത് ന്യായം ഉണ്ടാകും. വല്യമ്മയ്ക്ക് ഏകദേശം സത്യത്തിന്റെ ഭാഗം ഏതാന്ന് മനസ്സിലായി. അതുകൊണ്ടാ വല്യമ്മ അങ്ങോട്ട് ചായുന്നത്. ഇനി എന്തായാലും അമ്മായിമ്മയും മരുമകളും ഒറ്റപ്പെടും. ഇനിയെങ്കിൽ എന്റെ പൊന്നമ്മ മനസ്സിലാക്ക്. ദേ, ഇവളെ ഒന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോവല്ലേ. അമ്മയ്ക്കറിയാലോ അമ്മ ഏത് അവസ്ഥയിൽ നിന്നാ ഈ ഒരു വീട്ടിലെത്തിയതെന്ന്. അതൊക്കെ ഇവിടെ ഉള്ളവരുടെ ദയ കൊണ്ടാ. എടാ, നീ എന്നെ ദയ പഠിപ്പിച്ചോ? എനിക്ക് ഈ വീട്ടിലേക്ക് അർഹതയിട്ട് വരാൻ. ഞാൻ ആരെയും പറ്റിച്ചും വെട്ടിച്ചൊന്നും ഇവിടെ കയറിയിട്ടില്ല. അർഹതയോടെ ഇവിടുത്തെ മുത്തശ്ശി എന്നെ കൈപിടിച്ച് കയറ്റിയതാ. ആയിക്കോട്ടെ, പക്ഷെ ഏത് സ്റ്റേജിൽ നിന്ന് അമ്മ ഇവിടെ എത്തിയതെന്നുള്ളതും കൂടി ഓർക്കണം. അമ്മയുടെ അച്ഛനും അമ്മയൊക്കെ ഇപ്പൊ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ കാരുണ്യാന്ന് ഓർക്കണം. ആ സമയത്ത് നന്മയുള്ളവരെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കരുത് അമ്മേ. ഇതും പറഞ്ഞ് അനി അവിടുന്ന് ദേഷ്യം പിടിച്ച് പോകുന്നുണ്ട് കേട്ടോ. അത് കേട്ടപ്പോ തന്നെ ജാനകിക്ക് വല്ലാതാവുന്നുണ്ട്. ഇത് കേട്ടപ്പോ അനാമികയ്ക്ക് മനസ്സിലാവുകയാണ് കേട്ടോ, ഈ ജാനകിയുടെ കുടുംബം അത്ര വലിയ പണക്കാരൊന്നും അല്ലെന്ന്. ഓ, അപ്പൊ പിന്നെ ഇവർക്ക് ഇത്ര വലിയ റെസ്പെക്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏതോ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് അവന്റെ അച്ഛൻ കെട്ടിക്കൊണ്ട് വന്നതാണെന്നാ തോന്നുന്നത്. ആ സമയത്ത് അനാമിക ചോദിക്കുന്നുണ്ട്, അമ്മേ അനി ഇപ്പൊ എന്താ പറഞ്ഞിട്ട് പോയിന്റെ അർത്ഥം? ഇത് കേട്ടപ്പോ തന്നെ ജാനകിക്ക് മറുപടി ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല. ജാനകി പറയുന്നുണ്ട്, അത് മോളെ, അവനൊരു പൊട്ടത്തിന് പറയാ, അതൊന്നും മോൾ കാര്യാക്കണ്ട. ഓ, അങ്ങനെയാണോ? പക്ഷെ മറുത്തൊന്നും പറയാതെ ജാനകി അവിടുന്ന് നിരാശപ്പെട്ട് നടന്നു പോകുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജാനകി നേരെ പോകുന്നത് അജയന്റെ അടുത്തേക്കാണ്. വിഷമിച്ചോണ്ട് നിൽക്കുന്ന ജാനകിയെ കണ്ടപ്പോൾ അജയൻ ചോദിക്കുന്നുണ്ട്, ജാനകി എന്തു പറ്റി നിനക്ക്? നിന്നെ ഈ ഇടയായിട്ട് ഇങ്ങനെ വിഷമിച്ച് കണ്ടിട്ടില്ലല്ലോ ഞാൻ. ഏയ് ഒന്നുമില്ല അജയേട്ടാ. ഏയ് അത് മാത്രം നീ പറയണ്ട. നിനക്ക് എന്തൊക്കെയോ വിഷമമുള്ള കാര്യം എനിക്ക് മനസ്സിലായി. എന്താ നിന്റെ പ്രശ്നം? തുറന്നു പറയ്. അജയേട്ടാ, ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് കുറെ നാളായില്ലേ. പിന്നെ അല്ലാതെ, ഞാൻ നിന്നോട് ഏത് സമയം പറയുന്നതല്ലേ ചെന്ന് നിന്റെ അച്ഛനും അമ്മയൊക്കെ ഒന്ന് കാണണമെന്ന്. ഈയിടയ്ക്ക് ഞാൻ അതിലൂടെ പോയപ്പോൾ അവരെ ഒന്ന് കണ്ടു. അപ്പൊ അവർ ഒരേ ഒരു കാര്യം പറഞ്ഞത്, അനിയുടെ വിവാഹശേഷം നീ അങ്ങോട്ട് പോയിട്ട് പോലും ഇല്ലെന്ന്. അവർക്ക് നിന്നെ കാണാത്തതിൽ വലിയ വിഷമമുണ്ട്. പക്ഷേ നിന്റെ ഇപ്പോഴത്തെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റമുണ്ട്. അതും നിന്റെ മരുമകൾ വന്നതിന് ശേഷം. എന്തുപറ്റി? നിനക്കിപ്പോൾ അമ്മയും അച്ഛനും ആലോചിച്ചപ്പോൾ വിഷമം വന്നോ? അത് അജയേട്ടാ, വിഷമിക്കണ്ട. നിനക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ പോയി കാണാം. ഇന്ന് തന്നെ അവിടെ പോയി ഒന്ന് കാണണം. എന്തോ ഇന്ന് അനി എന്നോട് അച്ഛനും അമ്മയെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ എൻ്റെ മനസ്സിനെ വല്ലാതെ അത് വേദനിപ്പിച്ചു. ഓഹോ, അപ്പൊ അനി പറഞ്ഞപ്പോഴാണ് നിനക്ക് വിഷമമായത്? ഞാൻ എത്ര വട്ടം നിന്നോട് പറഞ്ഞു അവരെ ഒന്ന് ചെന്ന് കാണാന്ന്. നിന്റെ തിരക്കൊണ്ടല്ലേ പോവാൻ പറ്റാഞ്ഞത്. എന്നാ പിന്നെ നമുക്ക് ഇന്ന് പോയി കണ്ടാലോ? ആ, ഇന്ന് പോയി കാണാം. വേണമെങ്കിൽ 1-2 ദിവസം അവിടെ നിൽക്കുകയും ചെയ്യാം. നിൽക്കൊന്നും വേണ്ട. ഇവിടെ ഇപ്പൊ അനാമികമോൾ ഉള്ളതല്ലേ. അനാമികമോളെ കുത്തി നോവിക്കാൻ ഇവിടെ കുറെ പേരുണ്ട്. അതുകൊണ്ട് ഈ നിൽക്കൊന്നും വേണ്ട. നമുക്ക് അവിടെ പോയിട്ട് പെട്ടെന്ന് വരാം. ഇതാ നിന്റെ തെറ്റായ ചിന്താഗതി. അവരൊക്കെ ഉള്ളപ്പോഴേ നിന്റെ മരുമകൾ ഇവിടെ സേഫ് ആയിരിക്കും. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അത് അവളുടെ കയ്യിലിരിപ്പാണെന്ന് ആലോചിച്ചാൽ മതി. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. ശരി അജയേട്ടാ. ഓക്കെ, ഇനി എന്തായാലും നല്ല കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ് കേട്ടോ. ജാനകി വീട്ടിൽ പോകുമ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ജാനകിയുടെ അമ്മയുടെ കൂടെയാണ് കേട്ടോ വരുന്നത്. ജാനകിയുടെ അമ്മ ഒരു പാവ സ്ത്രീയാണ്. എന്തായാലും നല്ല കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ആ എപ്പിസോഡുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് നമുക്ക് കമന്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.